ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ, സോറി, തേഴ്സ്ഡേ, ദിവസം പോലും ഓർമ്മയില്ല. രാവിലെ പതിവിൽ നേരത്തെ ഇന്ന് എഴുന്നേറ്റ് കേട്ടോ. കാരണം എനിക്ക് 5 മണിയായപ്പോഴേക്കും ഒരു ഫോൺ കോൾ. സത്യം പറഞ്ഞാൽ പേടിച്ച ഫോൺ എടുത്തത്. ഇപ്പം അങ്ങനെ ഈ സമയത്തൊക്കെ, സമയമല്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ നാട്ടിൽ നിന്ന് കോൾ വരുമ്പോഴേ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ്. പേടിയെന്ന് പറഞ്ഞാൽ എന്താ, പ്രത്യേകിച്ച് എൻ്റെ ഒരു അമ്മായി സുഖമില്ലാതിരിക്കുക കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലാണ്, ICUലൊക്കെ ആയിരുന്നു. ICUന്ന് റൂമിലേക്ക് മാറ്റി എന്നാണ് പറഞ്ഞത്. അപ്പം എനിക്ക് 3 അമ്മാവന്മാരായിരുന്നു. അവർ 3 പേരും പോയി. പിന്നെ 2 അമ്മായിമാരും പോയി. ഇനി നടുവത്തെ ഒരു അമ്മായിയാണ് ഉള്ളത്. അപ്പം എപ്പോഴും ഇങ്ങനെ വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ, അതിൽ എൻ്റെ മക്കളൊക്കെ വിളിക്കുമ്പം കാണുമ്പം എന്നെ മനസ്സിലാകും. ചിലരെയൊക്കെ ചില സമയത്തൊന്നും അത്ര ഓർമ്മയൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ എപ്പോൾ എന്നെ വിളിച്ചാലും എൻ്റെ ശബ്ദം കേട്ടാലും അപ്പോഴേ എന്നോട് ചോദിക്കും, എന്നാ വരുന്നേ എന്നാ അവിടെ വരുന്നേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് ഭയങ്കര. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം വിളിച്ചപ്പോഴും അതുപോലായിരുന്നു, എന്നാ വരുന്നതെന്നും ചോദിച്ചുകൊണ്ട്. അത് കാരണം എനിക്കിങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ ആയ കാരണം നമുക്ക് എന്താ, എനിക്ക് എപ്പോഴും അങ്ങനെയൊക്കെ ഒരു പേടിയാണ്. അപ്പം അങ്ങനെ എന്താ പറയുക, അങ്ങനെ എഴുന്നേറ്റപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും നേരത്തെ എഴുന്നേറ്റതല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തേക്കാം, അല്ലാതെ ചുമ്മാതെ ഇരുന്നിട്ട് എന്തോ മനസ്സിനൊരു. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് വിചാരിച്ച് ഒരു മീൻ കറിയും വയ്ക്കാം, ഒരു മോരും വയ്ക്കാം, പിന്നെ ദോശയ്ക്കൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശയ്ക്കല്ല, ഇഡ്ഡലിയാണേ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിളിച്ചത് എൻ്റെ അനിയത്തിയായിരുന്നു. സമയം അറിയാൻ വയ്യാതെ വിളിച്ചതാണ്. അപ്പോൾ ഇവിടെ 5 മണി, അവിടെ നാട്ടിൽ 9:30 ആയല്ലോ. ഓർക്കാതെ വിളിച്ചതാണ്. എന്നിട്ട് ഞാൻ ദേഷ്യപ്പെട്ടാണ് ഫോൺ എടുത്ത്. അല്ല, ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറയണേ, അയ്യോ 5 മണിയായതേ ഉള്ളൂ, എന്നാൽ കിടന്ന് ഉറങ്ങിക്കുമെന്ന്. ഈ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട്, ഉറങ്ങിക്കിടന്ന ആളെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അത്താഴം ഇല്ലയെന്ന് പറയുന്ന പോലെ. അപ്പം ഞാൻ കിടന്ന് ദേഷ്യപ്പെട്ടു. അങ്ങനെ പറയൂ, ഞാൻ സമയം അറിയത്തില്ലായിരുന്നു, ഞാൻ വെറുതെ വിളിച്ചതാണ്, എന്നാൽ ഉറങ്ങിക്കോ, പിന്നെ വിളിക്കാമെന്ന്. എങ്ങനെ ദേഷ്യം വരാതിരിക്കും? ഓക്കെ, അപ്പോൾ നമുക്ക് മീൻകറി വെക്കാം. ഓക്കെ, ഞാനൊരു ചെറിയ പാത്രം, ഒരു പീസ് മീൻ എടുത്ത് കറി വയ്ക്കുന്നു കേട്ടോ. ഒരു ചെറിയ ഒരു പാത്രത്തിലാണേ. അപ്പോൾ എണ്ണ ഇട്ടെല്ലാം വീഴും. അപ്പോൾ എണ്ണ ഒഴിച്ചു. അപ്പോൾ നമുക്ക് കുറച്ച് കടുകിടാം. ഒത്തിരി കൂടിപ്പോയായിരുന്നു. കടുകിട്ടു. ഇച്ചിരി ഉലുവായിട്ടു. ഒക്കെ മൂത്തോട്ടെ. തീ ഇട്ട് കൂടുതലായിരുന്നു, ഞാൻ കുറച്ച് വെച്ചു. ഉലുവായിട്ട്, ഉള്ളിയിട്ട്, പിന്നെ നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇടാം. ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടു. അതിനകത്ത് ഒരു ഇച്ചിരി പച്ചമുളക് കൂടെ ഞാൻ വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് കൊടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം.
പിന്നെ കുറച്ച് നല്ല മുളക് പൊടി, എരിവുള്ള മുളക് പൊടി. ഓക്കെ, തീ കുറച്ച് വെച്ചത് എന്നാലും നല്ല ചൂട്. ഇനി കുറച്ച് കാശ്മീരി മുളക് പൊടി. മീൻ കറിക്ക് നല്ലൊരു കളറൊക്കെ വേണ്ടേ. ഓക്കെ, ഓക്കെ. ഇനി നമുക്ക് പുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മീൻ്റെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തീ കുറച്ച് വെച്ചായിരുന്നു. അപ്പോൾ ഇതാ കിങ് ഫിഷാണ്. ഇതിങ്ങനെ ഓരോ പാക്കറ്റിലും ഓരോ പീസ് വീതം അങ്ങനെ കിട്ടുന്ന നമ്മുടെ നെയ്മീൻ. ഓക്കെ, ഇനി നമുക്ക് ഞാൻ നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് കഴുകി നല്ലതായിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെച്ചതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ പീസായിട്ട് അങ്ങോട്ട് ഇതിനകത്തേക്ക് എടുത്തിടാം. കണ്ടോ നെയ്മീൻ. എൻ്റെ നെക്ക് ഭയങ്കര വേദന, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വയ്യ. ഓരോന്ന് മാറുമ്പോൾ ഓരോന്ന് ഇങ്ങനെ അടുത്തടുത്തടുത്ത് ഓരോ. ഓക്കെ, അപ്പോൾ റെഡിയായി. ഇനി അതവിടെ ഇരുന്നൊന്ന് തിളച്ച് വറ്റട്ടെ. അപ്പോഴേക്കും നമുക്ക് ഒരു മോരുകറിയും കൂടെ വയ്ക്കാം. അപ്പോൾ അതിന് ഞാൻ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ ഞാൻ ചീനിച്ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. ആ മീനൊന്ന് വറ്റട്ടെ. ഒന്ന് മൂടി വയ്ക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ കടുക് ഉലുവായും അല്ല മോരുകറി വെക്കാനാണ്. ചീനിച്ചട്ടി അടുത്ത് വെച്ചും കടുക് ഉലുവായെല്ലാം പൊട്ടി. ഇനി നമുക്ക് അതിനകത്തേക്ക് ഞാൻ ഉള്ളി ഇട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. പച്ചമുളക് ഇട്ടു. പിന്നെ 2 വറ്റൽമുളക് കൂടെ ഇങ്ങനെ മുറിച്ചിടുന്നത് എനിക്കിഷ്ടമാണ്. അങ്ങനെ ഞാൻ 2 വറ്റൽമുളക് ഇട്ടു. കറിവേപ്പില ഇട്ടു. എല്ലാം ഒന്ന് മൂത്ത് വന്നു. അപ്പോൾ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി കൂടിപ്പോയിന്ന് തോന്നുന്നു. ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടുവേ, ഒരു കളറിന് വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് അതിനകത്തേക്ക് മുളക് പൊടി ഇതെല്ലാം ഒന്ന് പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്ത്, അല്ലെങ്കിൽ
ഉണ്ടല്ലോ എല്ലാം കരിഞ്ഞു പോകും. നല്ല ഇലക്ട്രിക് അടുപ്പായതുകൊണ്ടല്ലോ തീ ഇങ്ങനെ നിൽക്കും. അതിൽ മാറ്റി വയ്ക്കാം. ഇതാ തൈര് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തൈര് അതിനകത്തേക്ക് ചേർക്കാം. ഉപ്പ് ചേർക്കില്ല, ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. നന്നായി ഭയങ്കരമായിട്ട് കട്ട തൈരാണ് ഇവിടുത്തെ തൈര്, നല്ല സൂപ്പർ തൈരാണ്. അതുകൊണ്ട് ഒത്തിരി എനിക്കങ്ങനെ കുറുകിയിരിക്കുന്ന ഇഷ്ടമില്ല. ഇനി അതൊന്ന് ചൂടായി വരട്ടെ. ഉപ്പിട്ടില്ല ഞാൻ കേട്ടോ. ഇനി ഉപ്പിടട്ടെ. അപ്പോൾ മോരുകറി എല്ലാം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി. പക്ഷെ എപ്പോഴും ഞാൻ ചെയ്യുമ്പോഴുണ്ടല്ലോ അതിനകത്തൊരു ഇച്ചിരി കടുക് പൊട്ടിക്കുമ്പോൾ ഇച്ചിരി ജീരകം കൂടി ഇടാറുണ്ടായിരുന്നു. പക്ഷെ അതും മറന്നുപോയി കേട്ടോ. അപ്പോൾ അതാ മോരുകറിയൊക്കെ റെഡിയായി. കാണാം, ഇത്രയൊക്കെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ മീൻകറി ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മീൻകറി റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കണമല്ലോ അല്ലേ? മീൻകറിക്ക് ഉപ്പും പുളി എല്ലാം കറക്റ്റാണ്. ഇനി മോരുകറി ഒന്ന് നോക്കട്ടെ. എല്ലാം കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ മോരുകറിയും റെഡിയായി, മീൻകറിയും റെഡിയായി. അപ്പോൾ ഇനി തീയൊക്കെ ഓഫ് ചെയ്താൽ അത് അവിടെ ഇരുന്ന് ഇച്ചിരി കൂടെ പറ്റിക്കോളും ആ തീയിൽ തന്നെ. ഓക്കെ, ഇനി നമുക്ക് ഇഡ്ഡലിക്ക് സാമ്പാർ വെക്കണമായിരുന്നല്ലോ. അപ്പം ഞാൻ പരിപ്പൊക്കെ വേവിച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് ഉണ്ട്. പിന്നെ ഇനിയിപ്പോൾ അതിനകത്തേക്ക് അധികം കഷ്ണമൊന്നുമില്ല കേട്ടോ. കുറച്ച് ഉള്ളി, പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തിടണം. വേറെ ഒന്നുമില്ല, ഞാൻ ഉരുളക്കിഴങ്ങും അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. തക്കാളി, ഇനി അതൊന്ന് വെന്ത് കഴിയുമ്പോൾ
അല്ല, പിന്നെ നമുക്ക് കുറച്ച് പുളിയും കൂടെ ചേർത്തേക്കാം. എല്ലാം ചേർത്ത് വെച്ചിട്ട് പിന്നെ കടുക് വറക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, സാമ്പാർ പൊടി ഒന്നും ഇടുന്നില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് കടുക് വറുത്ത് റെഡിയാക്കുക. അപ്പോൾ നമുക്ക് അടച്ചു വെച്ചിട്ട്, ഉപ്പിട്ടില്ലായിരുന്നല്ലേ, ഇവിടെ ഇടാം. ഓക്കെ, അതവിടെ ഇരുന്നിട്ട് കുറച്ച് നന്നായിട്ട് വേഗം ഓക്കെ ഓക്കെ. അപ്പോൾ അത് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മോരുകറി, മീൻകറി എല്ലാം റെഡിയായി. ഇനി അതവിടെ ഇരുന്നൊന്ന് വേകട്ടെ. ഒരു പച്ചമുളകൊക്കെ ഇടണമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കൽപ്പടോട് അടച്ചിട്ട്, അപ്പോൾ ഇതിലും തുറക്കട്ടെ. അപ്പോൾ നമുക്ക് സാമ്പാറിന് കടുക് വറുത്തേക്കാം. ഉള്ളിയിട്ട്, പിന്നെ ഇച്ചിരി വെളുത്തുള്ളി ഇട്ടു, പിന്നെന്താ കറിവേപ്പില, പിന്നെ ഇച്ചിരി ഉലുവ, അപ്പം ഒരു പച്ചമുളക് കൂടി ഇടാവേ. എനിക്ക് എല്ലാത്തിനകത്തും ഇങ്ങനെ 2 വറ്റൽമുളക് മുറിച്ചിടുമ്പോൾ എനിക്കിഷ്ടമാണ്. എന്നിട്ട് എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടാം. പിന്നെ ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഓഫ് ചെയ്തേക്കാം. ഞാൻ നട്ടു വളർത്തിയ എൻ്റെ പുതിനയിൽ നിന്നും 2-3 ഇലയെടുത്ത് ഒരു ചായ ഇടാൻ പോവാണ്. ഇന്ന് പുതിനയില ചായയാണ്. ഓക്കെ.